പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം സമയം കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിൽ പോകുക എന്നുള്ളതാകട്ടോ. എല്ലാവരും അറിയണം, നമുക്ക് വേറെ ഒരു ലക്ഷ്യവും ഇല്ല. പിന്നെ ദൈവം ഇവിടെ തരുന്ന നന്മകള് ഏതെങ്കിലുമൊക്കെ തന്നാൽ നമ്മൾ അനുഭവിക്കുക. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നന്മകൾ ദൈവം നൽകുന്നത്. ചിലർ വളരെ കഷ്ടത്തിൽ കൂടെ പോകുന്നവരുണ്ട്, പ്രയാസത്തിൽ കൂടെ പോകുന്നവരുണ്ട്, രോഗത്തിൽ കൂടെ പോകുന്നവരുണ്ട്, ചിലര് സമൃദ്ധിയിൽ കൂടെ പോകുന്നവരുണ്ട്. പല രീതിയിലാണ്, പല പാനപാത്രമാണ് ലോകത്തിൽ ദൈവം ഓരോരുത്തർക്ക് നൽകിയിരിക്കുന്നത്. കഷ്ടവും നഷ്ടവും ഒക്കെ നമ്മുടെ ജീവിതയാത്രയിൽ വരും, രോഗവും ദുഃഖവും ഒക്കെ വരും. പൗലോസിന്റെ യാത്രയിൽ പറയും എന്തെല്ലാം കാര്യമാണ് താൻ തന്റെ ജീവിതത്തിൽ അനുഭവിച്ചത്. ദൈവത്തിന് സൂക്ഷിക്കാൻ മേലായിരുന്നോ? കടലിലെ ആപത്തിൽ നിന്ന് വിടിവിക്കാൻ മേലായിരുന്നോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സൂക്ഷിക്കാൻ മേലായിരുന്നോ? സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിപാലനം. കഴിഞ്ഞ ദിവസം ഒരു എഞ്ചിനീയറിംഗ് കൊച്ച് പഠിക്കുന്ന പെങ്കൊച്ച് കോതമംഗലത്തിന് അപ്പുറയുടെ ആ വനത്തിന്റെ എവിടെ ആണെന്ന് തോന്നുന്നു, ഒരു പന ഈ കൊച്ചു പോയ വഴിക്ക് ഒരു കാട്ടാന തള്ളി അതിന്റെ തലയിലോട്ട്. റോഡേ പോയ കൊച്ചാ, അതാ പന. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എഞ്ചിനീയറിംഗ് വളരെ പ്രതീക്ഷയോടെ പഠിപ്പിക്കുന്ന കൊച്ചാ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വായിക്കുക അറിയുകയും ചെയ്തില്ല, എന്നൊന്ന് ജഡ്ജ് ശ്രദ്ധിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളും വണ്ടിയും വാഹനത്തെ എല്ലാം നടക്കുമല്ലേ? കർത്താവിന്റെ പരിപാലനം എന്ന് ഓർക്കാൻ മേലേ. അപ്പൊ നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യം, നിത്യത, അത് മാത്രമാ നമ്മുടെ ലക്ഷ്യം എന്നുള്ള കാര്യം അറിയണം. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ സഭ ആത്മീയമായിട്ട് വളർന്നു വരണം. ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിക്കണേ, സ്തോത്രം. നമ്മൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായമാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അത് സംസാരിച്ച് തീർക്കാൻ കഴിഞ്ഞില്ല. ആ വാക്യം തന്നെ ചിലത് വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ ഇടയായി തീർന്നു. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1 മുതൽ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹത്തെ കുറിച്ച് പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായി ഓർപ്പിക്കുക. അടുത്തതാണ് ഞാൻ ചിന്തിക്കുക. കഴിഞ്ഞ ദിവസം നമ്മളെ ചിന്തിച്ചായിരുന്നു. സ്നേഹം എന്ത് ചെയ്യുന്നു? ദീർഘമായി ക്ഷമിക്കുന്നു. സ്തോത്രം. സ്നേഹമുണ്ടെങ്കിൽ ഏത് കാര്യവും ദീർഘമായി നമ്മൾ ക്ഷമിക്കും. സ്തോത്രം. ഇപ്പം എല്ലാ ആളുകളും ഒരു കാര്യവും ആളുകൾ ക്ഷമിക്കത്തില്ല. എന്താണെന്നറിയാമോ? ഈ ലോകത്തിന്റെ പ്രഭു അവരിൽ കർത്തൃത്വം നടത്തുക. ഈ ലോകത്തിന്റെ പ്രഭു കർത്തൃത്വം നടത്തുമ്പോൾ ഒന്നും ക്ഷമിക്കാൻ കഴിയത്തില്ല. ലോകത്തിന്റെ പ്രഭു കർത്തൃത്വം നടക്കുക. സ്നേഹത്തെ കുറിച്ച് പറയുകയാണ്. സ്തോത്രം. സ്നേഹം എന്ത് ചെയ്യുന്നു? ദീർഘമായി ക്ഷമിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ചിലപ്പോൾ കുടുംബജീവിതത്തിലാണേലും പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. അപ്പൊ ചിലർ ക്ഷമിക്കാതെ തന്നെ ഹൃദയത്തിൽ കൊണ്ടുവച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ക്ഷമിക്കത്തേ ഇല്ല. ഇനി ഭർത്താവ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, സ്തോത്രം, അതെന്റെ ഭർത്താവ് പറഞ്ഞതാ, അങ്ങ് ക്ഷമിക്കരുതോ? ചിലര് ക്ഷമിക്കത്തില്ല. അത് അവരുടെ മനസ്സിൽ കൊണ്ട് നടന്നുകൊണ്ടിരിക്കും. ചിലര് അതുപോലെ. നമ്മളെല്ലാം ബന്ധപ്പാടുള്ളവരാട്ടോ. ആർക്കാ ബന്ധപ്പാടില്ലാതെ? എന്തോ ഒരു ബന്ധപ്പാടാണ് എനിക്കുള്ളത്. അതിനിടെ എനിക്ക് ഇപ്പൊ ഈ മെസ്സേജുകൾ ഓരോന്ന് വരും, ഓരോ അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ ഓരോരോ ശുശ്രൂഷകന്മാരുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ പ്രയാസമാണ്. അതനുസരിച്ച് നീങ്ങണം. നമ്മളെല്ലാം ബന്ധപ്പാടിന്റെയും പ്രയാസത്തിന്റെയും സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെയും രോഗത്തിന്റെയും വേദനന്റെയും ഒക്കെ മധ്യത്തിലാണ്. അപ്പൊ നമ്മുടെ മൂടൊന്നും എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ചിലര് പെട്ടെന്ന് കോപിക്കും, ചിലര് സൗമ്യമായിട്ട് ഇടപെടും. പക്ഷെ നമ്മളതങ്ങ് ഓർത്താ മതി. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹം എന്ത് ചെയ്യുന്നു? ദീർഘമായി ക്ഷമിക്കുന്നു. ക്ഷമിക്കാത്തത് വല്ലതും ഉണ്ടോ? നമ്മുടെ കയ്യിലുണ്ടോ ക്ഷമിക്കാത്തത്? ഭർത്താവിനോട് ക്ഷമിക്കാത്തത്, ഭാര്യയോട് ക്ഷമിക്കാത്തത്, മക്കളോട് ക്ഷമിക്കാത്തത്, മാതാപിതാക്കളോട് ക്ഷമിക്കാത്തത്. ഹല്ലേലൂയ. ഇതെല്ലാം ഉണ്ടോ? സ്വർഗത്തിൽ പോകണമെങ്കിൽ ക്ഷമിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. സമയം കൂടി പോവുകയാണല്ലോ. സ്തോത്രം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരോട് ദയ കാണിക്കണമെങ്കിൽ നമുക്ക് ദീർഘക്ഷമ വേണം, സ്നേഹം വേണം. സ്തോത്രം, ഹല്ലേലൂയ. സ്നേഹമുണ്ടെങ്കിലേ ഒരു ദയ കാണിക്കാൻ പറ്റുള്ളൂ.
നമ്മൾക്ക് ദയ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം, ആരോടെങ്കിലും നമ്മളൊന്ന് മനസ്സലിയുന്നുണ്ടോ? നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ളവരുണ്ട്. നമ്മുടെ ആളുകൾക്കാർക്കും അങ്ങനെയില്ല കേട്ടോ. മറ്റുള്ളവരിൽ നിന്ന് കിട്ടണമെന്ന് തന്നെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമുക്ക് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നമുക്കൊന്ന് ദയ കാണിക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. നമുക്കിപ്പോ വലിയ കാര്യമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കൊരു ദയ കാണിക്കേണ്ടിടത്ത് കാണിക്കാൻ കഴിയണം. നമുക്ക് വലിയ വലിയ കാര്യമല്ല കേട്ടോ. നമ്മുടെ ജീവിത മണ്ഡലത്തിൽ ഒത്തിരി കാര്യങ്ങൾ വരും. നമുക്കൊന്ന് ദയ കാണിക്കാൻ കഴിയുമോ? സ്തോത്രം. സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം ദയ കാണിക്കുകയും സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. എന്ത് നിഗളാനുള്ളത്? നമ്മുടെ ജീവിതത്തിൽ എന്താ നമുക്ക് നിഗളിക്കാനുള്ളത്? ഈ ശ്വാസം ഇങ്ങോട്ട് എടുത്താൽ തിരിഞ്ഞ് അങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല. സ്തോത്രം. സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ അയോഗ്യമായി നടക്കത്തില്ല. സ്തോത്രം. യോഗ്യമായ ഒരു നടപ്പ്. നമ്മുടെ ജീവിതവും യാത്രയും എല്ലാം യോഗ്യമായിരിക്കണം. സ്നേഹമുണ്ടെങ്കിൽ അയോഗ്യമായി നടക്കത്തില്ല. ഹല്ലേലൂയ, 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 സ്തോത്രം. ഈ നമ്മുടെ ഡ്രസ്സും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ ഒരിടത്ത് യാത്ര ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് നമ്മുടെ സെൻറ്ററിൽപ്പെട്ട ഒരു സഭയിലെ ഒരു ആള് മരിച്ചു. നമ്മുടെ സെൻറ്ററിൽപ്പെട്ട ഒരു സഭയിലെ ഒരാൾ മരിച്ചു. അപ്പൊ ഞാൻ കൂത്താട്ടോളം അപ്പുറം ഇങ്ങോട്ട് പോരുവാ. പക്ഷെ ഞാൻ കളർ ഒരു വരയിനെടുപ്പായിട്ടിരുന്നത്. സ്തോത്രം. അവിടുത്തെ പാസ്റ്റർ അവിടെ ഇല്ല. അപ്പോൾ പ്രാർത്ഥിച്ച് ഈ കാര്യങ്ങളെല്ലാം തുടങ്ങണം. അദ്ദേഹം വരുന്നതിന് കാര്യങ്ങൾ ക്രമീകരിക്കണം. സ്തോത്രം. അപ്പൊ പിന്നെ വീട്ടിൽ വന്ന് എന്നെ പാസ്റ്റർ അവിടെ നിന്ന്, പാസ്റ്റർ ഒരു കല്യാണത്തിലാ. പാസ്റ്റർ കല്യാണത്തിൽ നിന്ന് വിളിച്ചു, പാസ്റ്ററെ ഞാൻ അവിടെ ഇല്ല, പാസ്റ്റർ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം. ഞാൻ പറഞ്ഞു, ബദറെ ഞാൻ ഇവിടെ ഇല്ല, ഞാൻ വന്നുകൊണ്ടിരിക്കുക. ഞാൻ സത്യത്തില് സ്തോത്രം അവിടെ ചെന്ന കാര്യങ്ങൾ ചെയ്തു. ഞാൻ പിന്നെ അവരോട് ഒരു അപ്പോളജി പറഞ്ഞു, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. കാരണം ഞാനിത് ചെയ്യാൻ വന്നത്, ഞാനൊരു യാത്രയിലായിരുന്നു. യാത്ര നമ്മൾ കളറുടുപ്പൊക്കെ ഇടുന്നത്, അല്ലെ വെള്ളയുടുപ്പിട്ടൊന്നും അങ്ങനെ ഒരുപായിട്ടൊന്നും നടക്കാൻ പറ്റും. പക്ഷേ അവിടെ അന്നേരം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്നാന്നറിയാം, വരുന്ന ആളുകൾ വിചാരിക്കും സെൻട്രൽ പാസ്റ്റർ വന്ന് ഒരു പുള്ളിപ്പരയൻ ഉടുപ്പ് കിട്ടു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല. സ്തോത്രം. അപ്പൊ അവരുടെ ചിന്തയിൽ അതെന്തായി വരും? അയോഗ്യമായി വരും. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, സ്നേഹമുണ്ടെങ്കിൽ സ്തോത്രം അയോഗ്യമായി നടക്കത്തില്ല. നമ്മുടെ ശരീരം ഒന്നും പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കത്തില്ല. സ്നേഹമുണ്ടെങ്കിൽ അയോഗ്യമായി നടക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്വന്തം സ്നേഹം ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം കൂടെ നോക്കും. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ മുഴുവൻ ആ പാസ്റ്ററെ കുറിച്ച് എങ്ങനെ മനസ്സിൽ ചിന്ത വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ സ്വാർത്ഥം എന്ന് വെച്ചാൽ സ്വന്തം കാര്യം എന്ന് മാത്രമുള്ള ചിന്ത. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഭരിക്കുന്നെങ്കിൽ നമ്മൾ വലിയ ബുദ്ധിമുട്ടിലാകും. അവസാനം നമുക്ക് തെറ്റിപ്പോയി എന്ന് പറയും. നമ്മൾ എത്രയോ ഉന്നതന്മാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യേണ്ടി പോലും ഒന്നും ചെയ്തില്ല, എനിക്ക് തെറ്റിപ്പോയി, ഇപ്പൊ എന്റെ പ്രാപ്തി പോയി. സ്തോത്രം, ഹല്ലേലൂയ. സ്വാർത്ഥം. സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും സെൽഫിഷ്നെസ് ഉണ്ട് നമ്മളില്. എന്നാൽ തിരുവചനം പറയുന്നു, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുത്തൻ ഒരു ദോഷം ചെയ്താൽ അത് ദോഷമാണെന്നും പറഞ്ഞ് ആയുസ് വെച്ചുകൊണ്ടിരിക്കത്തില്ല. സ്നേഹമുണ്ടോ? കർത്താവ് എന്ന് പറഞ്ഞു, ഗോഡ് ഈസ് ലവ് എന്നാ പറയുന്നേ. ദൈവം സ്നേഹമാകുന്നു. ആ ദൈവത്തിന്റെ സ്വഭാവ ഗുണമാണ് സ്നേഹം. ഹല്ലേലൂയ. ആ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് സ്നേഹം. അപ്പൊ നിന്നിൽ കൂടെ ആ ദൈവത്തിന്റെ സ്നേഹം ഒഴുകുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അതിനൊരു തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കാൻ പാടില്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ദൈവം സ്നേഹമാണ്. അത് നമ്മളിൽ കൂടി ദൈവം ജീവികളിലേക്ക് പ്രദർശിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളിൽ കൂടെ വരുമ്പോൾ അത് ക്ലാവ് പിടിക്കുക. ഹല്ലേലൂയ. ഈ ഹാർട്ട് ബ്ലോക്ക് ആകുന്ന എന്താ? നമ്മുടെ ഈ ഹാർട്ടിനകത്തോട്ട് പോകുന്ന രക്തത്തിന്റെ കുഴലിനകത്തെല്ലാം ഈ കൊളസ്ട്രോള്, നമ്മൾ തിന്ന പോത്തിന്റെയും ബോട്ടിയുടെ എല്ലാം എണ്ണ അതേ കയറി പിടിക്കുക. പിടിച്ച് ഈ കുഴൽ എന്ത് ചെയ്യും? മൊത്തം അങ്ങ് പിടിക്കും. അവസാനമാണ് ആൻജിയോഗ്രാം ആണെന്നോ നടത്തുന്നത്. അതേകൊണ്ട് സൂചി പോലെ ഒരു കുടക്കമ്പി പോലെ അങ്ങ് കയറ്റി വിടുമ്പോൾ അവനെ അങ്ങ് തിരിച്ച്
ആ ബ്ലോക്ക് മാറ്റും. ചിലർ പറയും അത് ചെയ്താലും മാറുകയല്ലെന്ന്. അപ്പൊ നമ്മൾ നോക്കണം, കർത്താവിന്റെ സ്നേഹം നമ്മളിൽ കൂടി ഒഴുകുമ്പോൾ, അതിന് തടസ്സം നിൽക്കുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, നമ്മളൊന്ന് ആലോചിക്കണം. സ്തോത്രം, കർത്താവിനെയാണ് നാം നിന്ദിക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മളെ തന്നെ ഒന്ന് കാണാനാണ് ഞാൻ ഇങ്ങനെ സസ്പെൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. സ്നേഹം എന്ത് ചെയ്യുന്നില്ല? നിഗളിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. പലരും എനിക്ക് ഇത്ര ആളുകൾ ദോഷം ചെയ്തിട്ടുണ്ട്, എന്തോരം ദോഷം ചെയ്തിട്ടുണ്ട്. സ്തോത്രം, ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരെ സഹായിക്കേണ്ടത് സഹായിക്കും. എന്നോട് ദോഷം ചെയ്തിട്ടുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷെ ഞാൻ അവരെ എൻ്റെ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ ചെയ്യേണ്ട സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയാണെങ്കിലും അങ്ങനെ ചെയ്യും. ദോഷം, ചിലര് ദോഷം തന്നെ ചെയ്യുക. സ്തോത്രം ഹല്ലേലൂയ. ദോഷം കണക്കിടുന്നില്ല. അടുത്തത്, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. എല്ലാം പൊറുക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. എല്ലാം പൊറുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചേട്ടൻ പറഞ്ഞു മരിച്ചാലും ഞാൻ ക്ഷമിക്കത്തില്ല എന്നാ പറഞ്ഞത്. മരിച്ചാലും സ്തോത്രം. നമ്മൾ ഉദ്ദേശിക്കുന്ന കളിയല്ല പ്രിയമുള്ളവരെ. നമ്മുടെ ഈ പ്രാണൻ ഈ ശരീരത്തിൽ നിന്നൊന്ന് വേർപെട്ട് പോകുന്നതും വരെ പ്രാണൻ ഈ ശരീരത്തിൽ നിന്ന് വേർപെടും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രാണൻ ഈ ശരീരത്തിൽ നിന്ന് വേർപെടും. അങ്ങനെ ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഞാനത് ഫീൽ ചെയ്തിട്ടുള്ള ആളാണ്, അത് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു സ്വപ്നം പോലുള്ള അനുഭവത്തിൽ അത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അങ്ങനെ കാണാനിടയായി. സ്തോത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഞാൻ മരിച്ചുപോയെന്നുള്ള വിവരം ഈ മാധ്യമങ്ങളിൽ കൂടെ പൗരോഷൻ അതുപോലുള്ള കാര്യങ്ങളുടെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഞാൻ ഇങ്ങനെ കിടന്നപ്പോ കേട്ടു. രാത്രി പെട്ടെന്ന് ഉണർന്നു. അപ്പൊ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോ എന്റെ മകള് പറഞ്ഞു, പപ്പ സമയമായില്ല, പപ്പ അത്രയും പ്രസിദ്ധനായാലല്ലേ ഇതിനകത്തൂടെ ഒക്കെ വരണമെങ്കിലെന്ന്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ. ഇന്നലെ മാസ്യോയിൽ ഞാൻ ഓർപ്പിച്ചായിരുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പ്രാണൻ ഈ കൂടാരത്തിൽ നിന്ന് പോകും. പൗലോസ് പറയുന്ന കൂടാരമാകുന്ന ഭൗമഭവനം പേടിയാന്നോ? ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു ഭവനം. ഹല്ലേലൂയ. കൂടാരമാകുന്ന ഭൗമഭവനം അഴിഞ്ഞു പോകും. എല്ലാവർക്കും നിശ്ചയമുണ്ട്. നമ്മുടെ പട്ടമാട്ടയിലെ അച്ഛനാണെങ്കിൽ ഗ്രാനൈറ്റ് ഇട്ട അവർക്ക് അവിടെ ഇട്ടേക്കുന്നത്, കല്ലറ പണിതിട്ടേക്കുന്ന പുത്തൻകുരിശില്. അത് എന്തിനാണെന്നറിയാമോ? പോകുന്ന ഒരു കാര്യം അറിയാം. അപ്പൊ ചെയ്യാനുള്ള പിള്ളേരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി ഇനി ഗ്രാനൈറ്റ് ഒന്നും ഇടാൻ മക്കൾ ഇങ്ങോട്ട് ലണ്ടനിൽ നിന്ന് വരണ്ട, അപ്പൻ അതെല്ലാം ചെയ്തിട്ടേക്കുവാ. ഞാൻ ഇതായിട്ട് പറയുന്നില്ല, കാരണം അങ്ങനെ ഒരു ചിന്ത വന്നതുകൊണ്ടല്ലേ. ചെറുപ്പക്കാർ ഇവിടെ രാമംഗലം പള്ളി കല്ലറ പണിതിട്ടിട്ടുണ്ട്, എന്റെ ഒരു സഹോദരങ്ങളിൽ പണിതിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇപ്പോഴേ ഇവരെന്തിനാ ഇത് പണിതിടുന്നു, ഒന്നും സമയമായില്ലല്ലോ. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു കാര്യം അറിയാം. എന്താണ്? ഈ കൂടാരം പൊടിയും. പ്രൈസ് ദി ലോർഡ്. മറന്നു പോകരുത് കേട്ടോ. ഈ കൂടാരത്തിൽ എന്നും ഇരിക്കാവുന്ന ആരും ഓർക്കരുത്. ഈ കൂടാരം പൊടിയും. സ്തോത്രം. നമ്മൾ നിത്യതയിലേക്ക് ചേർക്കപ്പെടും. സ്തോത്രം ഹല്ലേലൂയ. അപ്പോ അതിനു മുമ്പായി നമ്മൾ ഏത് കാര്യം ശ്രദ്ധിക്കേണ്ടത്? സ്തോത്രം. ഇവിടെ പറയുകയാണ്, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. നമുക്ക് ചതുവ് കണ്ടാൽ മനസ്സിലാകത്തില്ല പെന്തക്കോസ്തുകാർക്ക്. ദൈവമക്കൾക്കുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ഒരുത്തും ചതിക്കാൻ വന്നാലും ചതിവാന്ന് മനസ്സിലാകുകയല്ല. സ്തോത്രം. നമ്മളാരെയും ചതിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. നമ്മളാരെയും ചതിക്കരുത്. ചതിവ് ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ജോലി കാര്യങ്ങളിലോ നമ്മുടെ ഇടപാടുകളിലോ ചതിവ് ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. സ്നേഹമുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയത്തില്ല. സ്തോത്രം. ഇവിടെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 13. നിങ്ങള് എന്താ? ഭൂമിയുടെ ഉപ്പാകുന്നു. ഭൂമിയുടെ ഉപ്പാകുന്നു. സ്തോത്രം ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് പറയാം. നിങ്ങള് ഭൂമിയുടെ ഉപ്പാകുന്നു. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ഉപ്പാണോ? നമ്മുടെ അതിനൊക്കെ രസിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ ഈ ഉപ്പിന്റെ കാരമാണ് ഈ സ്നേഹം എന്ന് പറയുന്നതൊക്കെ നമ്മൾ അതങ്ങ് വായിച്ചിട്ട് അങ്ങനെ അങ്ങ് പോവുക. സന്ദർഭമായിട്ട് പറയട്ടെ, നമ്മുടെ വാർഷികത്തിന്
ഗിരിപ്രഭാഷണം കാണാതെ പറയുന്നവർക്ക് സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ പഠിക്കുന്നുണ്ട്, പഠിച്ചാൽ നല്ല 3 അധ്യായം മത്തായി 5, 6, 7 ഒന്ന് കാണാതെ പഠിച്ചു നോക്ക്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഇതെല്ലാം അകത്തോട്ടൊന്ന് കേറി കഴിഞ്ഞാൽ എന്തൊരു ഗുണമെന്നറിയാം. സമ്മാനമല്ല, ദൈവത്തിന്റെ വചനം അകത്തോട്ട് കയറിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുമോ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. കർത്താവ് പറഞ്ഞ എല്ലാം കൂടെ അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റിയാൽ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്ന ഉപ്പുണ്ടോ? ആർക്കെങ്കിലും ഉപ്പുരസമാകുന്നുണ്ടോ? നമ്മതോ കാഞ്ഞിരമാണോ നമ്മളിൽ നിന്ന് വരുന്നത്? ഉപ്പുരസമാണോ? സ്തോത്രം, ഹല്ലേലൂയ. വായിച്ചമോളെ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരുത്താം? ദൈവമക്കൾ ശ്രദ്ധിക്കണമേ, ദൂതായിട്ട് ഏറ്റെടുക്കണം. നീ ഒരു വിശ്വാസിയാണെങ്കിൽ വിശ്വാസിയുടെ ക്വാളിറ്റി നിന്നെ വേണം. അതാണ് കാരം. ആ ക്വാളിറ്റി ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മളെ പിന്നെ രസം വരുത്താൻ പറ്റത്തില്ല. വിശ്വാസികളുടെ വാക്ക് കൃപയോടുകൂടിയത് ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. മാർക്കറ്റിൽ ചെന്നൊരു സാധനം മേടിച്ചാലും നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടി ആയിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരുടെ ഈ കടയിൽ നിന്ന് ഒത്തിരി നമ്മളങ്ങ് പ്രതീക്ഷിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ഏതെങ്കിലും റോഡ് സൈഡിലിട്ട് എന്തെങ്കിലും വിറ്റുകൊണ്ടിരിക്കുന്നവൻ്റെ അടുക്ക ചെന്ന് എന്ന് വെച്ചാൽ പിന്നെയും പറയും അവൻ 25 രൂപ എന്ന് പറഞ്ഞാൽ അങ്ങ് കുറയ്ക്കെന്ന് പറഞ്ഞ്. ഞാൻ പറയട്ടെ, അവൻ ഉപജീവനത്തിന് വേണ്ടി വന്നിരിക്കുന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ അവർ കിട്ടാൻ വേണ്ടിയല്ലേ, അല്ലെ റോഡിൽ വന്നിരിക്കുവോ, ഈ കാര്യങ്ങൾ ചെയ്യുമോ? അതിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടേ നമ്മൾ ജീവിക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടുള്ള ചില നമ്മൾ മെയിൻ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ പ്ലേ കാർഡ് പിടിച്ചോണ്ട് നിൽപ്പുണ്ട്, ഹോട്ടലെന്നും പറഞ്ഞോണ്ട് ഭക്ഷണം കഴിക്കാൻ. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ അത് കാണിക്കുമ്പോൾ കയറും. ആ ഹോട്ടലിൽ നിന്ന് വിളിച്ച് പ്ലേ കാർഡ് പിടിക്കുന്ന പുള്ളി രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ ആ മനുഷ്യൻ അതിൽ നിന്ന് വേണം ആ മനുഷ്യന് ജീവിക്കാൻ. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, പിള്ളേരെ പഠിപ്പിക്കണം, പിള്ളേരെ കെട്ടിക്കണം, വീട് വേണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഭക്ഷണം ഒന്ന് മനസ്സൊന്ന് ചിന്തിച്ചു നോക്കി. അതിലൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നമ്മുടെ അവസ്ഥ എന്തോരം വലുതാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, സ്തോത്രം. അതുകൊണ്ട് നമുക്ക് കാരം വേണം. ചിലപ്പോ നമ്മുടെ ആളുകള് ഹോട്ടലില് അങ്ങനെ നിൽക്കുന്ന ആളുകൾ ചിലപ്പോ വണ്ടി കയറ്റിയിട്ട് കഴിയുമ്പോ സൈഡൊക്കെ പറഞ്ഞു തരും. ഒരു 10-20 രൂപ അവനങ്ങ് കൊടുത്തേച്ച് പോകും. അവന് ശമ്പളമൊന്നും ഇല്ല പ്രിയമുള്ളവരെ, ടിപ്പൊക്കെ കിട്ടുന്ന ഇത്. ഹല്ലേലൂയ, സ്തോത്രം. എന്തെങ്കിലും ഒരു കാര്യം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ? എന്തെങ്കിലും ഒരു രസം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ? നമ്മളിൽ അത് വേണം. നിങ്ങൾ പറയും ഇതാണോ സഹായത്തിൽ? ഇത് ശരിയായാലേ, നമ്മൾ ശരിയായാലേ എല്ലാം ശരിയാകത്തുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞിടുവേ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ശരിയാകാതെ പോയാൽ നീ കറങ്ങിവിടുവേ എന്നാ പാടേണ്ടത്. അല്ലാതെ പോകത്തില്ല. നമ്മൾ ആ രസം നമ്മളിൽ ഉണ്ടാകണം, നമ്മളത് ശ്രദ്ധിക്കണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തുകൊണ്ട് രസം വരുത്താം? അതിനെ പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ആലോചിച്ച് നോക്കി. നിന്നിൽ കാരമില്ലാതെ പോയാൽ, നിന്നിൽ രസമില്ലാതെ പോയാൽ കർത്താവ് പറഞ്ഞു നിന്നെ പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നിന്ദിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം പുറപ്പെടുവിക്കണം. നമ്മുടെ എല്ലാ വാക്കുകളിലും, എല്ലാ രീതികളിലും, എല്ലാ ഇടപാടുകളിലും ആ കാര്യം വേണം. ഇല്ലെങ്കിൽ പുറത്ത് കളഞ്ഞ് ചവിട്ടാനേ പറ്റത്തുള്ളൂ. ഒത്തിരി പറയാനുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 6 മുതൽ. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ, കർത്താവ് പറയുക, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ അവന്റെ കഴുത്തിൽ കർത്താവ് പറയുക, ആരെങ്കിലും ഈ ഒരു ചെറിയ സഹോദരന് ഇടർച്ച വരുത്തിയാൽ അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിൽ താക്കുന്ന അവന് നല്ലതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എന്തോരം ഭയം നമുക്ക് വേണം. വേഗം വായിച്ചോ, സമയം തരും. ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന്. ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുത്തുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. നമ്മളായിട്ടൊരു ഇടർച്ച വരുത്തരുത് കേട്ടോ. ഹല്ലേലൂയ. ചില നല്ല മനുഷ്യര് റോഡിൽ കല്ലുമൊക്കെ കിടക്കുന്ന കണ്ടാൽ അത് എടുത്ത് മാറ്റിയേച്ച് പോകുന്ന ആളുകളുണ്ട്. അവര് മറ്റൊരു പുറകെ വരുന്നവര് തെറ്റി വീഴാതിരിക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഇടർച്ച, സ്തോത്രം, ഹല്ലേലൂയ.
ഇടർച്ച വരുത്തുന്ന അനുഭവം, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സ്തോത്രം. നമ്മൾ ആർക്കെങ്കിലും ഇടർച്ച വരുത്തുന്നുണ്ടോ? നീതീകരിച്ചിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ. കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ നീതീകരണം കൊണ്ടൊന്നും ഒരു രക്ഷയില്ല. കർത്താവ് നമ്മെ വിസ്തരിക്കുമ്പോൾ, അവൻ നമ്മെ ന്യായം വിധിക്കുമ്പോൾ നമുക്ക് നീതീകരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഭയങ്കരനായവന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കേണ്ടത്. സകലതും അറിയുന്നവന്റെ മുമ്പിലാണ് നിൽക്കേണ്ടത്. അഗ്നിജ്വാലിക്കുന്ന കണ്ണുള്ളവനായ യേശു കർത്താവിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ, ആ കർത്താവിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പൊ നമ്മൾ ഭയത്തോടെ ആയിരിക്കണം. സ്തോത്രം. അതിലെ 11-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു, അവിടെ പറയാണ്, സ്വർഗ്ഗത്തിൽ അവരുടെ ദൂതന്മാർ. വളരെ ഒത്തിരി അതൊക്കെ വീട്ടിൽ ചെന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു മർമ്മമുണ്ട് കേട്ടോ. നമ്മൾ അതിനെ കുറിച്ച് പഠിക്കേണ്ടതാണ്. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നുവെന്ന് ഞാൻ. സ്വർഗസ്ഥനായ, അതിന്റെ മർമ്മം മനസ്സിലാക്കണേ വലിയ പാടാണ്. നമുക്ക് വേണ്ടി ചില ദൂതന്മാരെ ദൈവം ആക്കിയിട്ടുണ്ട്. സങ്കീർത്തനത്തിൽ പറയുന്നു, നിന്റെ ചുറ്റും എന്ത് ചെയ്യാ, നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അപ്പൊ നമുക്കൊരു ദൂതനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെ അതിന്റെ മീനിങ് നിങ്ങളോടൊന്ന് വ്യാഖ്യാനിച്ചെടുത്താൽ മതി കേട്ടോ. എന്റെ ചിന്ത, നമ്മളെ ഒരാൾ ഉപദ്രവിക്കുമ്പോൾ, സ്തോത്രം, ദൈവത്തിന്റെ ദൂതൻ, നമ്മുടെ ദൂതൻ കർത്താവിന്റെ മുമ്പിലുണ്ട്. അവൻ പറയും, ഇന്നയാൾ എന്നെ ഉപദ്രവിച്ചു, അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അതൊന്ന് വായിച്ച് നിങ്ങളൊന്ന് ഹോംവർക്കായിട്ട് ഇട്ട് തരിക. അതൊന്ന് വായിച്ചേച്ച് ധ്യാനിച്ചേച്ച് അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക. സ്തോത്രം. ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ ദൈവത്തിന്റെ ദൂതൻ അവർക്ക് മുമ്പ് നിൽക്കുകയാ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഒത്തിരി പറയാനുണ്ട്. സമയം തീർന്നതിന് PAP ഉണ്ടല്ലോ. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മൾ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു എന്ന് നമുക്ക് തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ. നമ്മൾക്ക് വേണ്ടവണ്ണം സ്നേഹത്തിലായിരിക്കാൻ, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രൈസ് ദി ലോർഡ്.